ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. എന്താ ഉണ്ടാക്കുന്നതെന്നല്ലേ, ഒരു പോത്ത് കറി ആയാലോ. ഇന്ന് നമ്മളൊരു പോത്ത് കറിയാണ് ഉണ്ടാക്കുന്നത്. പോത്ത് മസാല എന്നും പറയാം. ഞാനിപ്പോൾ ഒരു സെമി ഗ്രേവി ടൈപ്പാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് 8 സവാളയും 4 തക്കാളിയാണ് ഇവിടെ എടുത്തേക്കുന്നത്. കാരണം ഞാൻ 1 കിലോ പോത്താണ് മേടിച്ചേക്കുന്നത് കേട്ടോ. പോത്ത് നന്നായി വാഷ് ചെയ്തെടുത്തതിന് ശേഷം അതിനകത്തൊരു 1/2 നാരങ്ങ പിഴിഞ്ഞൊഴിക്കുകയാണ് കേട്ടോ. അതിനുശേഷം അതിൽ നമുക്ക് 1 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ആ മിക്സ് ചെയ്ത പോത്തിറച്ചി നമുക്കൊരു പ്രഷർ കുക്കറിലോട്ട് മാറ്റാം. ഒരു അല്പം വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അത് കുക്കായി വരുന്ന ടൈമിൽ നമുക്ക് വേറൊരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിൽ കുറച്ച് കറിവേപ്പില ഇട്ട് അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഒനിയൻ അതിലേക്ക് ഇടാം. ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് സോട്ട് ചെയ്ത് ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡായതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതിൻ്റെ കൂടെ ഞാൻ ചില്ലിയും കൂടി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ആ മിക്സ്ചർ എല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ആഡ് ചെയ്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റണം കേട്ടോ. ഈ തക്കാളി ഈ ഉള്ളിയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം. വലിയൊരു പരുവായി വരണം. അതിനുശേഷം നമുക്ക് കുറച്ച് കുരുമുളക് ഇടിച്ചെടുത്തത് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് സോട്ടായതിന് ശേഷം 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കും കേട്ടോ ആദ്യം. എന്നിട്ടാണ് ഈ സവാളയുടെയും തക്കാളിയുടെയും കൂട്ടത്ത് മിക്സ് ചെയ്ത് ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നത്. ഈ മുളകും മല്ലിയും നമ്മളൊന്ന് വറുത്തെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് മാറും കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് 2 സ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് വീണ്ടും നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ച പോത്തിറച്ചി ഇതിലോട്ട് ഇടാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. കുറച്ച് നേരം നമുക്കിത് വേവാനായിട്ട് വെക്കാം. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാലും ആഡ് ചെയ്യാം കേട്ടോ. തേങ്ങാപ്പാൽ ആഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം ഒരുപാട് ആഡ് ചെയ്യാതിരുന്നാലും മതി. കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുത്താലും നമുക്ക് ഈ സെമി ഗ്രേവി ആയിട്ട് കിട്ടും ഇതുപോലെ കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എൻ്റെ ഈ ഡിഷ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ആ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. താങ്ക് യു, ലവ് യു ഓൾ, കീപ് വാച്ചിങ്.